നിങ്ങൾ അറിഞ്ഞോ, പ്യൂമ ഇപ്പൊ പഴയ പ്യൂമയല്ല, പേരൊന്നും മാറ്റിയിട്ടുണ്ട്. PVMA എന്നാണ് പുതിയ പേര്. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവാൻ വേറെ എന്തെങ്കിലും വേണോ? ഇതൊരു റീബ്രാൻഡിംഗ് ആണോ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ? അങ്ങനെ പല ഡിസ്കഷനും പോകുന്നുണ്ട്. ഈവൻ PVMA എന്ന് പറഞ്ഞാൽ വിരാട് MA ആണെന്നും പറഞ്ഞിട്ട് വിരാട് കോഹ്ലിയുമായിട്ട് പ്യൂമയുടെ ഒരു സീക്രട്ട് അസോസിയേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ നെയിം ചേഞ്ച് എന്ന് പോലും ഫാൻസ് പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ക്രിക്കറ്റ് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഷട്ടിൽസ്. 2 തവണ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ബാഡ്മിന്റൺ ക്വീൻ PV സിന്ധുവുമായിട്ടുള്ള അസോസിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് ഇങ്ങനൊരു നെയിം ചേഞ്ച് നടത്തിയിരിക്കുന്നത്. PV സിന്ധുവുമായിട്ട് പ്യൂമക്കുള്ളത് ഒരു മൾട്ടി ഇയർ കൊളാബറേഷൻ ആണ്. ഇതോടുകൂടി പ്യൂമ ഹാസ് എക്സ്റ്റെൻഡഡ് ടു ദ വേൾഡ് ഓഫ് ബാഡ്മിന്റൺ. ആൻഡ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു നെയിം ചേഞ്ച് ഇസ് എ പവർ മൂവ് ഫോർ ബോത്ത് ദി ബ്രാൻഡ് ആൻഡ് ദ സ്പോർട്ട്. ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്യൂമ രാജ്യം മുഴുവൻ ഒരു റീബ്രാൻഡിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്യൂമക്ക് ഓൾറെഡി ഉള്ളത് ഒരു ഇംപ്രസീവ് ലിസ്റ്റ് ഓഫ് അംബാസഡേഴ്സ് ആണ്. ക്രിക്കറ്റ് സ്റ്റാർസ് ആയ ഹർമൻപ്രീത് കൗറും മുഹമ്മദ് ഷാനിയും, ബോക്സിംഗ് ചാമ്പ്യൻ MC മേരി കോമും, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് കരീന കപൂർ ഖാനും, ഗ്ലോബൽ ഐക്കൺസ് ആയ ഉസൈൻ ബോൾട്ടും നെയ്മർ ജൂനിയറും ഒക്കെ ഇവരുടെ അംബാസിഡേഴ്സ് ആണ്. ഈ ലിസ്റ്റിലേക്കാണ് റീസെന്റ് PV സിന്ധുവും ജോയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്യൂമ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് PV സിന്ധു കെയിം അപ്പ് വിത്ത് 2 സ്റ്റണ്ണിംഗ് ലുക്സ് ഓൺ സോഷ്യൽ മീഡിയ. ഈ ഒരു പോസ്റ്റിന് ഒരുപാട് വെറൈറ്റി ഓഫ് കമന്റ്സും വന്നിട്ടുണ്ട്. ഫ്രം മീംസ് ടു അബൌട്ട് വിരാട് കോഹ്ലി ടു വൈൽഡ് ഫാൻ തിയറീസ് അബൌട്ട് വാട്ട് പ്യൂമ സ്റ്റുഡ് ഫോർ. എവ്രിവൺ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദിസ്. ആൻഡ് ഇത് തന്നെയാണ് എക്സാക്ട്ലി ബ്രാൻഡിന് വേണ്ടതും. ഈ ഒരു റീബ്രാൻഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യണേ. urban ഇന്ത്യയിൽ ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കളിക്കുന്ന ഒരു സ്പോർട്ടാണ് ബാഡ്മിന്റൺ. കഴിഞ്ഞ 4 വർഷമായിട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ 65% ഗ്രോത്തും വന്നിട്ടുണ്ട്. 2024 ഗൂഗിൾ ഡെലോയിറ്റ് തിങ്ക് സ്പോർട്സ് റിപ്പോർട്ട് പ്രകാരം 57 മില്യൺ ഫാൻസ് ആണ് ബാഡ്മിന്റണിന് ഇന്ത്യയിലുള്ളത്. ഇതിൽ 27.8% ആളുകളും ജനറേഷൻ Z പെടുന്നതാണ്, വിച്ച് ഇൻഡിക്കേറ്റ് സ്പോർട്സ് സ്ട്രോങ് റെസൊണൻസ് വിത്ത് യങ്ങർ ഓഡിയൻസ്. PV സിന്ധുവുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് ഈ ഒരു മൊമെന്റം ഒന്നുകൂടി കൂട്ടാൻ സാധിച്ചേക്കാം. PV സിന്ധുവിന്റെ സ്റ്റാർ പവറും പ്യൂമയുടെ ഇന്നോവേറ്റീവ് അപ്രോച്ചും കൂടെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ മാറ്റം ബ്രാൻഡിനും ബാഡ്മിന്റനും ഉണ്ടായേക്കാം. PV സിന്ധു is the first Indian to win 5 ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽസ്. ഒളിമ്പിക്സിലും കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മറ്റ് ടൂർണമെന്റ്സിലും വിജയം നേടിയൊരു വ്യക്തി. ഖേൽ രത്നയും പത്മശ്രീയും പത്മഭൂഷണും അർജുന അവാർഡും കൊടുത്ത് രാജ്യം ആദരിച്ച വ്യക്തി. 2024 ഫോക്സ് വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് ഫീമെയിൽ അത്ലറ്റിക്സ് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച PV സിന്ധു ഇസ് ദ മോസ്റ്റ് ഫോളോഡ് ബാഡ്. എന്തായാലും ജർമ്മൻ ബ്രാൻഡായ പ്യൂമയും PV സിന്ധുവുമായിട്ടുള്ള ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബാഡ്മിന്റന് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് മൊമെന്റ് തന്നെയായിരിക്കും. സോ പ്യൂമയുടെ ഈ ഒരു ടെമ്പററി റീബ്രാൻഡിംഗ് ഇസ് നോട്ട് just a marketing strategy. It's a bold declaration of Puma's dedication to innovation, inclusivity, and power of sport to unite and inspire. Like, subscribe, and press bell button. Stay tuned for more videos.